ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഇൻഡസ്ലാൻഡ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പുതുതായിട്ട് ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ, അപ്പം ആ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ പേ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 5K വ്യൂസൊക്കെ അതിൽ വന്നിട്ടുണ്ട്. സോ ഓക്കെ, അപ്പോൾ അതിൽ നമ്മളൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ KYC, അതായത് നമ്മൾ ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 1 ഇയറിൻ്റെ ഉള്ളിൽ KYC കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അക്കൗണ്ട് ഫ്രീസായി പോകുന്നതായിരിക്കും. നമുക്ക് ആ അക്കൗണ്ട് പിന്നീട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു KYC എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള പറഞ്ഞിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. സോ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ലാൻഡ് ബാങ്കിൻ്റെ KYC എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇതിൻ്റെ ഫുള്ളായിട്ട് ലൈവായിട്ട് തന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവായിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി വീഡിയോ ഒക്കെ ആയിട്ട് റിസ്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ചെറിയ ക്ലിപ്സും അങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. എന്നാലും ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് ആവുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മളെ ഇൻസ്റ്റ ID നൽകുന്നുണ്ട്. സോ മെസ്സേജ് ചെയ്യുക മറക്കരുത്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്നത് 100 ലൈക്സ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു KYC നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ മെസ്സേജ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ മൊബൈലിലെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇൻഡസ്ലാൻഡ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ ഒരു പാസ്കോഡ്, അതായത് നിങ്ങളെ പാസ്കോഡൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് അവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതിലേക്ക് തന്നെ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അറ്റൻഷൻ നീഡ് ടു കംപ്ലീറ്റ് KYC പറഞ്ഞിട്ട്. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഡെബിറ്റ് കാർഡിൻ്റെ സെഷനിലോട്ടൊന്ന് പോയിട്ടുണ്ട്. നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ഈ ഒരു റെഡിൽ കാണുന്ന അറ്റൻഷൻ നീഡ് ടു കംപ്ലീറ്റ് KYCനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു 16 ഡിജിറ്റ് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കൂടി നിങ്ങൾ ഇവിടെ വരിക. മൈ അക്കൗണ്ട് എന്ന സെഷൻ വന്നെങ്കിൽ കംപ്ലീറ്റ് KYC എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പേരിലോട്ടായിരിക്കും നേരെ റീഡയറക്റ്റ് ആകുന്നത്. സോ അതിൽ നിങ്ങൾ അലോ ആക്സസ് ക്യാമറ. സോ ഓക്കെ, അപ്പോൾ ഈ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ആധാർ കാർഡ് നമ്പർ അവിടെ എൻ്റർ ചെയ്തിട്ട് ഇങ്ങനെ എറർ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൈ അക്കൗണ്ട് എന്ന സെഷനിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് KYC എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേരിലോട്ട് എത്താൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ കാണാൻ സാധിക്കും ആർ യു റെഡി ഫോർ ദ വീഡിയോ കോൾ. അപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒറിജിനൽ പാൻ കാർഡ് വേണം, അതുപോലെ തന്നെ ഒരു ബ്ലാങ്ക് പേപ്പർ വേണം, ഒരു ബ്ലാക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ ആയിട്ടുള്ളൊരു പെന്ന് വേണം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കാണുന്നത് ഐ വിൽ കംപ്ലീറ്റ് ദ വീഡിയോ KYC മൈ സെൽഫ് തേർഡ് പാർട്ടി പ്രൊമോട്ടിങ് ആൻഡ്, അതായത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും, അതായത് നമ്മൾ സ്ക്രീൻ റെക്കോർഡൊന്നും വെക്കാൻ പാടില്ല എന്നാണ് കാണിക്കുന്നത്. സോ നമ്മളുടെ സ്ക്രീൻ റെക്കോർഡ് ഇവിടെ ഓണാണ്. സോ അതൊക്കെ നമുക്ക് ഓഫാക്കിയിട്ട് ഞാൻ ക്യാമറയിൽ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. സോ ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴത്ത് കാണുന്ന റെഡി എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്കിംഗ് വീഡിയോ റിക്വയർമെൻറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. സോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ശേഷം ഞാനിപ്പം തുണിയിലൊക്കെയാണുള്ളത്, അത് നോക്കിയിട്ട് കാര്യമില്ല. സോ ഞാനിപ്പോൾ എടുത്ത വീഡിയോ അല്ല, അത് കുറച്ച് മുമ്പ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഞാനത് KYC കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് വീഡിയോ കോളായിട്ട് നമ്മുടെ ഒരു മാനേജർ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. സോ വെരിഫിക്കേഷനായിട്ട് ആദ്യം നമ്മുടെ നെയിം, അതുപോലെ തന്നെ നമ്മളെ ഇമെയിൽ ID, അക്കൗണ്ട് നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർ ചോദിക്കുന്നതായിരിക്കും. സോ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അതൊക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അത് ജസ്റ്റ് നമ്മൾ അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളെ തന്നെ അല്ല KYC കംപ്ലീറ്റ് ചെയ്യുന്ന ചൂസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഓക്കെ, അവർ നമ്മുടെ ക്യാമറയിലേക്ക് ജസ്റ്റ് നോക്കാൻ പറഞ്ഞു. നമ്മൾ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്.
ഓക്കെ. ശേഷം നമ്മുടെ പാൻ കാർഡ് കാണിക്കാൻ പറയുന്നുണ്ട്. സോ നമ്മളെ പാൻ കാർഡ് എടുത്തിട്ട് കറക്റ്റ് ആ ഒരു ക്യാമറയിൽ തന്നെ, അവർ കാണിക്കുന്ന ആ ഒരു ക്യാമറയിൽ തന്നെ അവർക്ക് ക്യാപ്ചർ ചെയ്യാവുന്ന രീതിയിൽ വെക്കുക. ഓക്കെ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വെക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഓക്കെ, ഇതുപോലെ പാൻ കാർഡ് നിങ്ങൾ വെക്കുക. ശേഷം നമ്മളോട് സിഗ്നേച്ചർ ചെയ്യാൻ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു സിഗ്നേച്ചർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്യാമറ കറക്റ്റിൽ വെച്ച് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മതി. നമ്മൾ ആധാർ കാർഡ് അവർ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ KYC പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക അവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇന്ത്യ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരു കാണാൻ സാധിക്കും. സോ ഇപ്പോഴും നമ്മുടെ KYC ഇപ്പം അണ്ടർ പ്രോഗ്രസ്സിലാണ്. സോ നമ്മുടെ KYC ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, പെൻഡിങ്ങിലാണ് നിൽക്കുന്നത്. സോ അവർ പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ KYC കംപ്ലീറ്റ് ആവും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നമ്മളെ വീഡിയോ KYC സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അക്കൗണ്ട് ക്രിയേഷൻ പെൻഡിങ്ങിലാണ് കാണിക്കുന്നത്. KYC ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാലിഡേഷൻ പ്രോഗ്രസ്സിലാണ് കാണിക്കുന്നത്. സോ ആൾ റൈറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെ നമ്മൾ 24 മണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതുപോലെ ഒരു മെസ്സേജ് വന്നു. നമ്മുടെ മൊബൈലിൽ KYC കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. ഇതുപോലെ നിങ്ങൾക്കും വരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ